ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വാഹനങ്ങളുടെ സസ്പെൻഷൻ പാർട്സിൻ്റെ മൊത്തത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, അതിൻ്റെ കംപ്ലൈൻറ്റുകൾ എന്താണ്, അതായത് മെയിനായിട്ട് ടൈറോയിഡിൻ്റെ ഐഡ്ലർ റാം, ലോ റാം, ബോൾ ജോയിൻറ്റുകൾ, അതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ, അത് വർക്കിംഗ് ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് എങ്ങനെ അറിയാമെന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. നമുക്കിത് ആദ്യം ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ തന്നെയാണ്. അതായത് സ്റ്റിയറിങ് ഒരു സൈഡിലേക്ക് വലിഞ്ഞു പോവുക, സ്റ്റഡിയാക്കി വെച്ചാലും ഒരു സൈഡിലേക്ക് തന്നെ പോവുക, അതുപോലെ കോർണറിങ്ങിലൊക്കെ ചെറിയ ജെർക്കിങ് അല്ലെങ്കിൽ ഒരു പ്ലേയോ അല്ലെങ്കിൽ ഒരു സ്കിഡാവുന്നൊരു ഫീൽ ഉണ്ടാവുക, പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ടയറിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് തേഞ്ഞു തീരുക എന്നുള്ളത്. അത് ചിലപ്പോൾ പുറത്തെ ഭാഗമായിരിക്കാം, ചിലപ്പോൾ അകത്തെ ഭാഗമായിരിക്കാം. ഏതെങ്കിലും ആ ഭാഗം തനിയെ അത് മാത്രമായിട്ട് തേഞ്ഞു തീരുന്നത് കൊണ്ട് ടയർ നമുക്ക് നശിച്ചു പോകുന്ന കണ്ടീഷൻ വരും. ഇതെല്ലാം സസ്പെൻഷൻ പാർട്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. മെയിനായിട്ട് ഫ്രണ്ട് വീലിലാണ് കൂടുതൽ സസ്പെൻഷൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് കാണിക്കുന്നതും ഫ്രണ്ട് വീലിൻ്റെയാണ്. പക്ഷേ എങ്കിലും പുറകിലത്തതിൻ്റെ ചില ഭാഗങ്ങൾ പുറകിലത്തതിനും നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നതാണ്. നമുക്ക് ടയർ കാഴ്ചയിൽ തന്നെ ടയർ ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ വരുന്നതും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളതിനകത്ത് പറയുന്നത്. ഓരോ പാർട്ടും പ്രത്യേകം പറയുന്നുണ്ട്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു സൈഡിലെ വീല് നമുക്ക് ജാക്കി വെച്ചൊന്ന് പൊക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പൊക്കുന്ന സമയത്ത് ലോവർ ആമിൻ്റെ അടിയിൽ തന്നെ ബോഡിയിലോ അല്ലെങ്കിൽ ജാക്ക് പോയിന്റിലോ ഒന്ന് വെച്ച് പൊക്കാതിരിക്കുക. പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോവർ ആം ഉൾപ്പെടെ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരും. നമുക്ക് അവസാനം ലോവർ ആം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡിയിൽ വെച്ചിട്ട് പൊക്കാം. അതുവരെ നമുക്ക് ലോവർ ആമിൻ്റെ അടിയിൽ തന്നെ ലോവർ ആം ഇളകാത്ത തരത്തിൽ നല്ല സ്റ്റഡി ആയിട്ടുള്ളൊരു കിട്ടുന്ന തരത്തിൽ ജാക്കി വെച്ച് അത് പൊക്കുക. നമുക്ക് വീല് കൃത്യമായിട്ട് തിരിയുന്ന തരത്തിൽ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും പൊക്കണം. പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കാണുന്ന ഡയറക്ഷൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് വീലിനെ ഷെയ്ക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഷെയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഏതെങ്കിലും സസ്പെൻഷൻ പാർട്സ് കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നല്ല പ്ലേ ഫീൽ ചെയ്യുന്നുണ്ട് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ എന്താണ് പ്ലേ വരുന്നതിൻ്റെ ഭാഗം നമുക്ക് നോക്കാം. ഇവിടെ നമുക്കിത് കാണാൻ പറ്റുന്നത് ഈ ടൈറോയിഡ് എൻഡും അതുപോലെ അതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന സെൻട്രൽ ലിങ്ക് അസംബ്ലി, ഐഡ്ലർ റാം, ഇത് മൂന്നും മൊത്തമായിട്ട് ഷേക്ക് ആവുന്നുണ്ട്. നമുക്കതിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ബോൾ ജോയിൻ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സംഭവം ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നൊന്ന് മനസ്സിലാക്കാം. ഇതൊരു പഴയ ബോൾ ജോയിൻ്റ് ആണ്. ഇതിലുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഇരുമ്പിൻ്റെ ഒരു ബോളും ആ ബോളിൻ്റെ മുകളിൽ ഒരു കമ്പി പിടിപ്പിച്ചേക്കുന്ന ഒരവസ്ഥ. ഈ കമ്പിയുടെ മുകളിലാണ് നമ്മൾ ഏതാണോ പിടിപ്പിക്കേണ്ട സാധനം അത് പിടിപ്പിക്കുന്നത്. അതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കേസിങ് പോലെ, അല്ലെങ്കിൽ ആ ബോളിന് കൃത്യമായി ഇരിക്കാൻ പാകത്തിനുള്ള ഒരു കേസിങ്. ഇതാണ് ശരിക്കും ബോൾ ജോയിന്റ്. അത് ടൈറോയിഡ് എൻഡിലായാലും ബോൾ ജോയിന്റിലായാലും എല്ലാം ഏകദേശം ഇതേ സെയിം സാധനമാണ്. അപ്പോൾ ഇത് തേയുന്നതിനനുസരിച്ച് ഇതുപോലെയുള്ളൊരു ആക്ഷൻ, മുകളിലോട്ടും താഴോട്ടുള്ള ഒരു ആക്ഷനും അല്ലെങ്കിൽ ഒരു പ്ലേ ഉണ്ടാകും. അപ്പോഴാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ഈ ബോൾ ജോയിൻറ്റുകൾ 4 സൈഡിലേക്ക് ഏത് സൈഡിലേക്കും തിരിയാനും അതുപോലെ ട്വിസ്റ്റ് ചെയ്യാനും ഈ ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്ന പോലെ ഏത് സൈഡിലേക്കും തിരിയാനും പാകത്തിനുള്ളൊരു അതിനുള്ളിൽ കിടന്ന് തിരിയാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഡിവൈസ്. ഇതിപ്പോൾ നമ്മുടെ കുഴപ്പമില്ലാത്ത ഐഡ്ലർ റാമും ടൈറോയിഡ് എൻഡും ആണ്. അതായത് നമ്മളിത് മാറിയതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് കാര്യമായ ഒരു പ്ലേയും വരുന്നില്ല, നമ്മൾ വീല് അനങ്ങുന്നില്ല. പക്ഷേ നമ്മൾ വലിയ ബലം പിടിച്ച് തിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീലും കൂടെ തിരിയുന്ന തരത്തിൽ തിരിഞ്ഞുകൊണ്ട് മൊത്തത്തിൽ അനങ്ങുന്നുണ്ട്. ആ അനങ്ങുന്ന സമയത്ത് തന്നെ അതിൽ പ്ലേ ഒന്നും കാണാനില്ല. കൃത്യമായിട്ട് ഒരു സ്റ്റിഫായിട്ട് ഒരേ പാർട്ട് പോലെ ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ, ഇതുപോലെയാണെങ്കിൽ നമുക്കത് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം കംപ്ലൈൻ്റ് ഉള്ള ഭാഗങ്ങളാണ്. അതായത് ഐഡ്ലർ റാമിൻ്റെ ആണെങ്കിലും നല്ല പ്ലേ ഉണ്ട്, മുകളിലേക്കും താഴേക്കും കിടന്നാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുഷും അതിൻ്റെ വാഷറുകളും കാര്യങ്ങളെല്ലാം പോയിരിക്കുകയാണ്. അടുത്തത് നമുക്ക് ഇപ്പോൾ കാണുന്നത് ടൈറോയിഡ് എൻഡിൻ്റെ ഇന്നർ ഭാഗമാണ്. അതും നല്ല ഷെയ്ക്ക്, നല്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റുന്ന സമയത്ത് ഒരുമാതിരി അത് ഒരുപോലെ അല്ല, ഒന്നായിട്ടല്ല അത് മൂവ് ചെയ്യുന്നത്, വിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലേ അവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു 2 പീസ് ഇങ്ങനെ കൊളുത്തിയിട്ടിരിക്കുമ്പോൾ മൂവ് ചെയ്യുന്നത് പോലെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള പുറത്തുള്ള എൻഡിന് ആ പ്രശ്നമില്ല താനും, അത് കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ സെൻട്രൽ ലിങ്ക് അസംബ്ലിക്കും നമുക്ക് ചെറിയൊരു പ്ലേ, വലിയ കാര്യമായിട്ടില്ല, ചെറിയൊരു പ്ലേയും കൂടെ നമുക്കത് മനസ്സിലാവുന്നു. അടുത്ത് നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ വീല് മുകളിലും താഴെയും പിടിച്ചിട്ട് ആനയ്ക്ക് പ്രസ് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഉള്ളത് ബോൾ ജോയിൻറ്റ് അതുപോലെ വീൽ ബെയറിങ്ങിൻ്റെ അവസ്ഥയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതുപോലെ ഇങ്ങനെ മുകളിലും താഴെയും പിടിച്ചിട്ടാക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മുന്നോട്ടും പുറകോട്ടും ഉള്ളൊരു
മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്ലേ നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വീൽ ബെയറിങ്ങിൻ്റെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഉള്ളിൽ നിന്ന് വേറെ ആൾ ഷെയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ അതിൻ്റെ ആ ഗ്യാപ്പിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ബെയറിങ്ങിൻ്റെ ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീൽ ബെയറിങ് എന്തായാലും അഴിക്കുക. ഇതിങ്ങനെയുള്ള വണ്ടികൾക്ക് ടാപ്പഡ് റോളർ ബെയറിങ് ആയിരിക്കും. അപ്പോൾ അത് അഴിച്ചിട്ട് നമുക്കത് ഗ്രീസ് ചെയ്തിട്ട് നമുക്കത് ടൈറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ എങ്ങനെയാലും അഴിക്കുന്ന സമയത്ത് അത് അഴിച്ച് തന്നെ നോക്കാൻ പറ്റുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്ന്. മിക്കവാറും എല്ലാം ഇതുപോലെയുള്ള വണ്ടികളിൽ അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അടുത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവാൻ പറ്റുന്നത് ഇതിന് അപ്പർ ബോൾ ജോയിൻറ്റും ലോവർ ബോൾ ജോയിൻറ്റും അപ്പർ കൺട്രോൾ ആമിലും ലോവർ കൺട്രോൾ ആമിലും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്ലേ ഈ റൗണ്ട് ചെയ്ത് കാണിക്കുന്ന ഭാഗങ്ങളിൽ, അതായത് ബോൾ ജോയിൻറ്റിലും അതുപോലെ അപ്പർ കൺട്രോൾ ആമിൻ്റെ ബുഷിലും ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോവർ ആം നമ്മൾ ജാക്കിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ലോവർ ബോൾ ജോയിൻറ്റിൻ്റെ കാര്യം നമുക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നമുക്ക് അപ്പർ ബോൾ ജോയിൻറ്റിൽ നമുക്ക് പ്ലേ ഒന്നും തോന്നുന്നില്ല. പക്ഷേ ലോവർ ബോൾ ജോയിൻറ്റിൽ ചെറിയൊരു പ്ലേ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത രീതിയിലുള്ളൊരു ഷെയ്ക്ക് ചെയ്തിട്ടുള്ളൊരു ചെക്കിങ് കൂടെ നടത്തേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു പൈപ്പിൻ്റെ കഷ്ണമോ എന്തെങ്കിലും എടുത്തിട്ട് ടയറിൻ്റെ അടികളിൽ കൂടി ഇട്ടിട്ട് ഈ കാണുന്ന ഡയറക്ഷൻ ഇതുപോലെ മുകളിലേക്ക് പൊക്കുക. അങ്ങനെ പൊക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്ലേ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ കൃത്യമായിട്ട് നമുക്കത് മുകളിലേക്ക്, അതായത് ലോവർ ആമിലാണ് ജാക്കി ലോഡ് നിൽക്കുന്നത്, എന്നിട്ട് പോലും അത് മുകളിലേക്ക് പൊങ്ങുന്നുണ്ട്. അപ്പോൾ ലോവർ ആം ലോഡ് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും അങ്ങനെ പൊങ്ങില്ല. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അപ്പർ ബോൾ ജോയിൻറ്റ് കറക്റ്റായിട്ട് തന്നെ സ്റ്റിയറിംഗ് നെക്കിളും അപ്പർ ആമും ബോൾ ജോയിൻറ്റും എല്ലാം ഒരേ പോലെയാണ് പൊങ്ങുന്നത്. പക്ഷേ നമുക്കിവിടെ അപ്പർ കൺട്രോൾ ആം പൊങ്ങുന്നുണ്ട്. അങ്ങനെ പൊങ്ങണമെന്നുണ്ടെങ്കിൽ താഴത്തെ ലോവർ ആം നമ്മൾ ജാക്കിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൊങ്ങണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്ലേ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൊങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മൾ താഴത്തെ ബോൾ ജോയിൻറ്റ് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഗ്യാപ്പ് വ്യത്യാസം വരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഗ്യാപ്പ്, അതായത് തേയ്മാനം കൊണ്ടാണ്, ബോൾ ജോയിൻറ്റിൻ്റെ തേയ്മാനം കൊണ്ടാണ് ഇങ്ങനെ ഈ ഗ്യാപ്പ് വന്നിട്ട് ഇത് മുകളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത്. നമുക്ക് റണ്ണിങ്ങിലും ഇതുപോലെ തന്നെ ഈ ഒരു ജർക്കിങ് നമുക്കത് ഉണ്ടാവും. അങ്ങനെയാണത് കൂടുതൽ തേയ്മാനവും ടയറിൻ്റെ തേയ്മാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് മാറുക തന്നെ രക്ഷയുള്ളൂ. അടുത്ത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അപ്രാമിൽ വരുന്ന ആ ഒരു പ്ലേ കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഇവിടെയും ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പ്ലേ വരുന്നുണ്ട്. അതിൽ ഈ കാണിക്കുന്ന ഈ ബുഷിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ ബുഷിൻ്റെ ഡാമേജിൻ്റെ ഇതുകൊണ്ടാണ്. ഈ സൈഡിൽ മുന്നിലത്തെ ബുഷിൽ വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ പുറകിലത്തെ ബുഷിൽ നമുക്ക് അതിൻ്റെ റബ്ബറിൻ്റെ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് ചതഞ്ഞ് പുറത്തോട്ട് വരുന്ന കാണാൻ തന്നെ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ ബുഷുകൾ മാറുമ്പം ലോവർ ആമിൻ്റെ ഈ സസ്പെൻഷൻ പാർട്സ് ഏത് തന്നെ ആയാലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്യുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതെല്ലാം അഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ലോവർ കൺട്രോൾ ആമിൻ്റെ ബുഷ്. അതും നമുക്ക് ചെറിയൊരു ചതഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. അതത്ര നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അതും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മാറേണ്ടതായിട്ടുണ്ട്. ഒന്നിച്ച് മാറുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പാർട്സാണ് ആൻറ്റി റോൾ ബാർ, അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് റാഡ് അല്ലെങ്കിൽ സ്വോ ബാർ എന്നൊക്കെ പറയുന്ന സാധനം. അത് നമ്മുടെ ഒരു സൈഡിലെ വീല് കുഴിയിലിറങ്ങുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെരിഞ്ഞു കഴിഞ്ഞാൽ അതേ ഇതിലേക്ക് ഇപ്പുറത്തെ വീലിനെ കൂടെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണ്, ഒരു ബാറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ചെയ്യുന്ന ബുഷുകളിലും ബുഷ് സ്പേസർ ഒക്കെ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറിക്കൊടുക്കാം. ഇവിടെ നമുക്ക് കാര്യമായ പ്ലേയോ കാര്യങ്ങളൊന്നും അതിൽ തോന്നുന്നില്ല. പക്ഷേ വിഷ്വലി ചെറിയ ക്രാക്കുകൾ ബുഷിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ മാറാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് സ്റ്റിയറിങ്ങും അതുപോലെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്സുകൾ. ഇവിടെ നമ്മൾ ഷോക്ക് അബ്സോർബറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഈ സസ്പെൻഷനിൽ നമുക്ക് ഷോക്ക് അബ്സോർബർ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. കാരണം ഇത് ഡബിൾ വിഷ്ബോൺ എന്ന് പറയുന്ന സസ്പെൻഷൻ സിസ്റ്റമാണ്. അതിൽ കൂടുതലായിട്ട് ഷോക്ക് അബ്സോർബർ കാരണം നമുക്ക് യാത്രാസുഖം അല്ലെങ്കിൽ വണ്ടിയുടെ ചാട്ടം മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. എങ്കിലും നമുക്ക് ടയറിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെയുള്ളതൊന്നും നമുക്ക് ഇതുമായിട്ടുണ്ടാവത്തില്ല. ഇതിൻ്റെ ഷോക്കിൻ്റെ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ പാർട്സും, അതായത് ഐഡ്ലർ റാമിൻ്റെ ബ്രാക്കറ്റ്, ഐഡ്ലർ റാമിൻ്റെ ബുഷുകൾ, വാഷറുകൾ, ടൈറോയ്ഡ് എൻഡ്, ലോവർ കൺട്രോൾ ആമിൻ്റെ അപ്പർ കൺട്രോൾ ആമിൻ്റെ ബുഷുകൾ, ബാൾ ജോയിൻറ്റ്, വീൽ ബെയറിങ് ഒക്കെ മാറുന്നതിൻ്റെ നമ്മൾ വീഡിയോ ഓരോന്നോരോന്നായിട്ട് ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.